അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം പേജ് 32 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നഖ്റഉ വ നഫ്ഹം, വായിക്കാം, മനസ്സിലാക്കാം. ഇവിടെ ചില ചിത്രങ്ങളും അവയെക്കുറിച്ചുള്ള ചെറിയ കുറിപ്പുകളും കൊടുത്തിരിക്കുന്നത് കാണാം. ഒന്നാമത്തത് അൽ അദവാത്ത്, ഉപകരണങ്ങൾ. ഖദീമൻ കാനൻ നാസു യസ്തഅമിലൂന لحاجاتهم اليومية آلات يدوية بسيطة صنعت بالأحجار والأخشاب والحديد. പണ്ട് കാലത്ത് കാനന്നാസു ജനങ്ങളായിരുന്നു യസ്തഅമിലൂന ഉപയോഗിച്ചിരുന്നു ലിഹാജാതിഹിം അവരുടെ ആവശ്യങ്ങൾക്ക്, ഹാജാത്ത് ആവശ്യങ്ങൾ, ഹിം അവരുടെ ആവശ്യങ്ങൾക്ക്, അൽ യൗമിയ ദിവസേനയുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി, ആലാത്തിൻ ഉപകരണങ്ങൾ, യദവീയത്തൻ കൈകൊണ്ട് ഉപയോഗിക്കുന്ന, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ, ബസീത്വത്തൻ ലളിതമായ സിമ്പിളായിട്ടുള്ള ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സുനിഅത്ത് അത് നിർമ്മിക്കപ്പെട്ടത് ബിൽ അഹ്ജാർ കല്ലുകൾ കൊണ്ടാണ്, വൽ അഹ്ഷാബ് മരപ്പലകൾ കൊണ്ടാണ്, വൽ ഹദീദ് ഇരുമ്പുകൾ കൊണ്ടാണ്, ഇരുമ്പ് മറ്റ് ലോഹങ്ങളും. ഇങ്ങനെയുള്ള ഉപകരണങ്ങളാണ് പണ്ട് മനുഷ്യർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. തൊട്ടടുത്ത ചിത്രം ഒരു ബൾബാണ് കൊടുത്തിരിക്കുന്നത്. അൽ കഹർബാ, അൽ കഹർബാ, കഹ്റബാ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, കരണ്ട്, വൈദ്യുതി. ജാ അഹദുൽ കഹ്റബാ ബദ അൽ ആലമു യസ്തഖ്ദിമുൽ അദവാത്തിൽ കഹർബായിയ ഫതഹ ഹാസൽ ഇഖ്തിറാഉ അബ്വാബൻ ജദീദതൻ ഇല തഖദ്ദും. ജാ വന്നു, അഹ്ദുൽ കഹർബാ, അഹ്ദുൽ കഹ്റബാ വൈദ്യുതിയുടെ കാലം വന്നു. അഹദ് കാലഘട്ടം, കഹ്റബാ വൈദ്യുതി. ബദ തുടങ്ങി, അൽ ആലം ലോകം തുടങ്ങി, യസ്തഖ്ദിമു പ്രയോജനപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ, അൽ അദവാത്തുൽ കഹ്റബായിയ വൈദ്യുതി ഉപകരണങ്ങൾ. ഫതഹ തുറന്നു, ഹാസ ഈ ഇഖ്തിറാ കണ്ടുപിടുത്തം, ഈ കണ്ടുപിടുത്തം തുറന്നു, അബ്വാബൻ വാതിലുകൾ, ജദീദതൻ പുതിയ വാതിലുകൾ, ഇല തഖദ്ദും തഖദ്ദും മുന്നോട്ട് പോകലാണ് തഖദ്ദും, പുരോഗതി, പുരോഗതിയിലേക്കുള്ള പുതിയ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് വൈദ്യുതിയുടെ കണ്ടുപിടുത്തം ഉണ്ടായി. അടുത്ത ചിത്രം അൽ ഹാസൂബ് കമ്പ്യൂട്ടർ. അൽ ഹാസൂബ് ظهر في منتصف القرن العشرين. ساعد الحاسوب العالم على تيسير الأعمال اليومية. صار هذا الاختراع من أهم الاختراعات في تاريخ الإنسان. ظهر പ്രത്യക്ഷപ്പെട്ടു, ഫി മുൻതസിഫ് പകുതിയോടെ, പകുതിയോടെ, അൽ ഖർനിൽ ഇശ്രീൻ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ വന്നു തുടങ്ങി. ഖർന് നൂറ്റാണ്ട്, ഇശ്രീൻ 20. സാഅദ സഹായിച്ചു, അൽ ഹാസൂബ് കമ്പ്യൂട്ടർ സഹായിച്ചു, അൽ ആലമ ലോകത്തെ, അല തൈസീർ തൈസീർ എളുപ്പമാക്കാൻ, അൽ അഅ്മാലിൽ യൗമിയ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുവാൻ കമ്പ്യൂട്ടർ സഹായിച്ചു. സാറ ഹാസൽ ഇഖ്തിറാഉ സാറ ആയിത്തീർന്നു,
ഹാസൽ ഇഖ്തിറാഉ ഈ കണ്ടുപിടുത്തം മിൻ അഹമ്മിൽ ഇഖ്തിറാആത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഇഖ്തിറാആത്ത് കണ്ടുപിടുത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായി ഇത് മാറി. ഫി താരീഖിൽ ഇൻസാൻ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം മാറി. തൊട്ടു താഴെ അൽ ഇന്റർനെറ്റ് ثم جاء الإنترنت هو يساعد على تبادل المعلومات إلى الأماكن البعيدة يقتدر الناس على التواصل بسرعة. പിന്നീട് ജാ അൽ ഇന്റർനെറ്റ് വന്നു. ഹുവ യുസാഇദു അത് സഹായിച്ചു അല തബാദുൽ പരസ്പരം ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ, കൈമാറ്റം ചെയ്യാൻ, അൽ മഅലൂമാത്ത് അറിവുകൾ, ഡാറ്റ ഷെയറിങ്ങിന് ഇത് സഹായിച്ചു. ഇലൽ അമാക്കിനി അൽ ബഈദ വിദൂര സ്ഥലങ്ങളിലേക്കുള്ള അറിവിന്റെ കൈമാറ്റത്തിന് ഇന്റർനെറ്റ് കൊണ്ട് സാധിച്ചു. യഖ്തദറന്നാസു ജനങ്ങൾക്ക് സാധിക്കുന്നു അല തവാസുലി കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എത്തിച്ചേരുക, ബിസുർഅ വേഗത്തിൽ പരസ്പരം ബന്ധപ്പെടാൻ, കോണ്ടാക്ട് ചെയ്യാൻ ആളുകൾക്ക് ഇതിലൂടെ സാധിച്ചു. അടുത്ത പേജിൽ അൽ ഹാത്തിഫു സക്കി സ്മാർട്ട് ഫോൺ ظهر في القرن الحادي والعشرين وأصبحت الهاتف الذكية أجهزة ممتازة يمكن الاتصال والتصرفات والتسجيل بلمس واحد. ഹാത്തിഫു സക്കിയ സ്മാർട്ട് ഫോൺ ലഹറ അത് പ്രത്യക്ഷപ്പെട്ടത് ഫി ഖർനിൽ ഹാദി വൽ ഇശ്രീൻ 21-ാം നൂറ്റാണ്ടിലാണ്. വ അസ്ബഹത്ത് അങ്ങനെ അതായി തീർന്നു അൽ ഹവാത്തിഫു സക്കിയ സ്മാർട്ട് ഫോണുകളായി തീർന്നു, ഒരു ഡിവൈസ് ആയി തീർന്നു. മുംതാസ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഏറ്റവും ഒരു സ്മാർട്ട് ഡിവൈസ് ആയിട്ട് അത് മാറി. യുംകിനു സാധിക്കുന്നു, അൽ ഇത്തിസാൽ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു, വത്തസറുഫാത്ത് ട്രാൻസാക്ഷൻസ് പണമിടപാടുകൾ സാധ്യമാകുന്നു, വത്തസ്ജീൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു, ബിലംസിൻ വാഹിദിൻ ലംസ് ടച്ച് സ്പർശനം ഒരു ടച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലൂടെ സാധിക്കുന്നു. തൊട്ടടുത്ത ചിത്രം الذكاء الاصطناعي يجعل الذكاء الاصطناعي الأجهزة الإلكترونية ذكية يستعمل في الألعاب وفي مجال الترجمة التعليمي ويستخدمه الناس نيابة عن الذكاء البشري. الذكاء الاصطناعي Artificial Intelligence AI يجعل الذكاء الاصطناعي ആക്കുന്നു الذكاء الاصطناعي AI Artificial Intelligence അൽ അജ്ഹിസത്തുൽ ഇലക്ട്രോണിയ ഇലക്ട്രിക് ഉപകരണങ്ങളെ സക്കീയത്തൻ ഇന്റലിജന്റ് ആക്കുന്നു. കൂടി നമുക്ക് ഉപയോഗത്തിന് എളുപ്പമാകുന്ന രൂപത്തിലുള്ള സ്മാർട്ട് ഡിവൈസുകളാക്കി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ മാറ്റുന്നു. യുസ്തഅമലു അത് ഉപയോഗിക്കപ്പെടുന്നു ഫിൽ അൽആബ് കളികളിൽ, വഫി മജാലി തർജമത്തി വത്തഅലീം മജാൽ മേഖലകളിൽ, അത്തർജമ ട്രാൻസ്ലേഷൻ, വത്തഅലീം വിദ്യാഭ്യാസം.
അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും ട്രാൻസ്ലേഷൻ്റെയും കളികളുടെയും തുടങ്ങി പല മേഖലകളിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു. വയസ്തഹ്ദിമുഹുന്നാസു ജനങ്ങൾ അതിനെ ഉപയോഗിക്കുന്നു. നിയാബത്തൻ പകരമായിക്കൊണ്ട് ഫിസക്കാഇൽ ബഷരി മനുഷ്യൻ്റെ ഇൻ്റലിജൻസിന് പകരമായി, മനുഷ്യബുദ്ധിക്ക് പകരമായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നു. തൊട്ട് താഴെ നതഹയ്യലു ഭാവനയിൽ കാണാം, സങ്കൽപ്പിക്കാം. ടെക്നോളജിയ അൽ മുസ്തഖ്ബിലു വനുഅബ്ബിർ ടെക്നോളജികൾ അൽ മുസ്തഖ്ബിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വനുഅബ്ബിർ അവയെ നമുക്ക് വിശകലനം ചെയ്യാം. നിലവിൽ നമ്മുടെ മുമ്പിൽ ഉള്ള ടെക്നോളജിക്കലായിട്ടുള്ള പുരോഗതികൾ വെച്ചുകൊണ്ട് നാളെ അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് ഇവിടെ വരാനിരിക്കുന്ന എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓരോ കുട്ടികൾക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഭാവന അനുസരിച്ച് ഇത്തരത്തിലുള്ള ഡിവൈസുകളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവാം, നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവയുണ്ടാവാം. അവയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തൊട്ട് താഴെ നഖ്റഉ വനുജീബ് വായിക്കാം, ഉത്തരം എഴുതാം. ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് അയ്യു അദാത്തിൻ ഇസ്തഅമലഹൻ നാസു ഫി ഖദീമി സമാൻ. അയ്യു അദാത്തിൻ ഏത് ഉപകരണമാണ് ഇസ്തഅമലഹ ഉപയോഗിച്ചിരുന്നത്, അന്നാസു ജനങ്ങൾ, ഫി ഖദീമി സമാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതാണ്? നമുക്ക് ആ പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം ആലാത്തുൻ യദവിയത്തുൻ ബസീത്വത്തുൻ. ആലാത്തുൻ യദവിയ കൈകൊണ്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ, ബസീത്ത് ലളിതമായ കൈകൊണ്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചോദിക്കുകയാണ് മാ ഫവായിദു ഇഖ്തിറാഇൽ കഹർബാ. മാ ഫവായിദു എന്ത് ഗുണമാണ് ഉണ്ടായത്? ഇഖ്തിറാഇൽ കഹർബാ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് കൊണ്ടുണ്ടായ ഗുണം എന്തായിരുന്നു? അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ആ പാരഗ്രാഫിലേക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട് ഫത്തഹ ഹാസൽ ഇഖ്തിറാഉ ഈ കണ്ടുപിടുത്തം തുറന്നു അബവാബുൻ ജദീദത്തുൻ പുതിയ വാതിലുകൾ, ഇല തഖദ്ദും പുരോഗതിയിലേക്കുള്ള പുതിയ വാതിലുകൾ. അടുത്ത ചോദ്യം കൈഫ അസ്സറ ഇഖ്തിറാഉൽ ഹാസൂബി ഫി താരീഖിൽ ഇൻസാൻ. കൈഫ അസ്സറ എങ്ങനെയാണ് സ്വാധീനിച്ചത്, ഇഖ്തിറാഉൽ ഹാസൂബി കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം, ഫി താരീഖിൽ ഇൻസാൻ മനുഷ്യ ചരിത്രത്തിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. അത് നമുക്ക് ആ പാരഗ്രാഫിലുണ്ട്. സ്വാറ ഹാസൽ ഇഖ്തിറാഉ മിൻ അഹമ്മിൽ ഇഖ്തിറാഅത്തി ഫി താരീഖിൽ ഇൻസാനിയ. അതിനെ നമുക്ക് ഉത്തരത്തിലേക്ക് ആക്കുമ്പോൾ സ്വാറ ഇഖ്തിറാഉൽ ഹാസൂബി മിൻ അഹമ്മിൽ ഇഖ്തിറാഅത്തി ഫി താരീഖിൽ ഇൻസാനി. അടുത്ത ചോദ്യം കൈഫ സഅദൽ ഹാസൂബുൽ ഇൻസാൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മനുഷ്യനെ സഹായിച്ചത്? അതും ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. സഅദൽ ഹാസൂബുൽ ആലമ അല തൈസീറിൽ അമാലിൽ യൗമിയ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ കമ്പ്യൂട്ടർ മനുഷ്യരെ സഹായിച്ചു. അടുത്ത ചോദ്യം മത്താ ലഹറൽ ഹവാത്തിഫ സക്കിയ. സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള ആ പാരഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലഹറ ഫിൽ ഖർനിൽ ഹാദി വൽ ഇശ്രീൻ 21-ാം നൂറ്റാണ്ടിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അവസാനത്തെ ചോദ്യം ഫി അയ്യി മജാലിൻ യഅമലു സക്കാഉൽ ഇസ്തിനാഇ. ഫി അയ്യി മജാലിൻ ഏത് മേഖലയിലാണ് യഅമലു സക്കാഉൽ ഇസ്തിനാഇയ AI ഉപയോഗപ്പെടുത്തുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പാരഗ്രാഫിൽ നമുക്ക് കാണാം യുസ്തഅമലു ഫിൽ അൽആബി വഫി മജാലി തർജമ വത്തഅലീം.